ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈദിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ ഇത്. ഒരു അറബിക് ഈജിപ്ഷ്യൻ സ്വീറ്റായിട്ടുള്ള ബസ്ബൂസയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു 2 കോഴിമുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട തണുപ്പില്ലാത്ത മുട്ട ആയിരിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം എടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വിസ്ക് വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ ഇനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്ന വിധത്തിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1/3 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ തൈരൊക്കെ എടുക്കുമ്പോൾ ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ബേക്ക് ചെയ്യാനുള്ള സംഭവം എടുക്കുമ്പോഴും നമ്മളത് തണുപ്പ് കളഞ്ഞിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ തൈരും നമ്മൾ കുറച്ച് സമയം ഒന്ന് പുറത്ത് വെച്ചതിന് ശേഷം എടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവയും നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് വളരെ സാവധാനം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇപ്പോൾ ബാറ്റർ ഒന്ന് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി റവക്ക് ഇതിൽ കിടന്നിട്ട് ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ ബാറ്ററൊക്കെ ആ ഒരു കറക്റ്റ് കുറച്ചൊരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് വരും കേട്ടോ. കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും. അപ്പോൾ പതുക്കെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ആ റവ ഒന്ന് കുതിരാനുള്ള ഒരു സമയം കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. അങ്ങനത്തെ റവയൊക്കെ മൊത്തം ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടുക. ഇനി ഞാനിതിലേക്കൊരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ തേങ്ങ ചിരവിയത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. തേങ്ങയും കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കടിക്കുന്ന സമയത്ത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവന് 10 മിനിറ്റ് ഒന്ന് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ ഓവനില്ലാതെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിലൊന്നും വല്ലാതെ പറ്റി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമുക്കിതാ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഇതാ കണ്ടല്ലോ കുറച്ചൊരു ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി സ്പാറ്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതാ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതുപോലെ നിരത്തി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ മാവിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു റവയുടെ കൂടെ കടിക്കുന്ന സമയത്തൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്താലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഓവന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ തന്നെ ഒരു 30-35 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ടും മാറ്റം ഉണ്ടാവും സമയത്തിലൊക്കെ. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു 1/3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നാൽ മതി. ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ ഭാഗമൊക്കെ ഇതൊന്ന് ഉരുകി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബേക്കായി വരുമ്പോഴേക്കും ഇതൊന്ന് ചൂടാറി വന്നോളും.
അപ്പോൾ അതാ ഇതിവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഉണ്ടാക്കി എടുത്തിട്ടുള്ള മുഴുവൻ ഷുഗർ സിറപ്പും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് ഇങ്ങനെ ഷുഗർ സിറപ്പ് നിൽക്കും. പിന്നെ പെട്ടെന്ന് തന്നെ ഇതൊരു 1-1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ അബ്സോർബ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഷുഗർ സിറപ്പ് ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഇത് കറക്റ്റാണ് കേട്ടോ ഇതിലേക്ക് അളവൊക്കെ. അപ്പോൾ അതാ കണ്ടല്ലോ, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും റവയിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത പാടിൻ്റെ ചൂടോട് കൂടിയിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചത് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ പൊടിഞ്ഞു പോകും, റവ മാത്രമാണിത്. അപ്പോൾ അതുകൊണ്ട് പൊടിഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ആയതിനു ശേഷം മാത്രം കട്ട് ചെയ്തെടുത്താൽ നമുക്കിത് ഇതുപോലെ നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടോ, നല്ലൊരു കളറൊക്കെ നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നല്ലൊരു പുറം ഭാഗത്ത് നല്ലൊരു ക്രിസ്പിനെസ് വന്നിട്ടുണ്ട്. അകത്താണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.